ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറി പ്രദർശനവുമായി കൂടുതൽ രൂപതകൾ രംഗത്തെത്തിയതോടെ പ്രതികരണവുമായി സംവിധായകൻ സുദീപ് തോസൻ. തന്റെ ട്വിറ്ററിലൂടെയാണ് സുദീപ് തോസൻ പ്രതികരിച്ചത്. ദി കേരള സ്റ്റോറിയെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ സംവിധായകൻ രാജ്യത്തെ പെൺമക്കൾക്കൊപ്പം നിൽക്കണമെന്നുകൂടി കൂട്ടിച്ചേർത്തു. ദി കേരള സ്റ്റോറി ഇന്ത്യൻ സിനിമയുടെ മിക്കവാറും എല്ലാ റെക്കോർഡുകളും തകർത്തിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി, ഞങ്ങളിപ്പോൾ ഈ ചിത്രത്തെ വെറുക്കുന്ന പുതിയൊരു വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലാണ്. കാരണം നേരത്തെ കേരള സ്റ്റോറിയെ വെറുത്തവരെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആരാധകരായി മാറിയിരിക്കുന്നു. ആഗോളതലത്തിൽ നിരവധി ഹൃദയങ്ങളെ ഈ ചിത്രം സ്പർശിക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിത്രം റിലീസ് ചെയ്ത് 1 വർഷം പിന്നിടുമ്പോഴും ആളുകൾ ഇപ്പോഴും ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സാമൂഹ്യ ശാസ്ത്ര സിദ്ധാന്തങ്ങളും വാദങ്ങളുമായി ആളുകൾ രംഗത്തു വരുന്നു. സിനിമ കാണാത്ത എന്നാൽ അതിനെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രീയക്കാരുണ്ട് എന്നതാണ് സങ്കടകരമായ കാര്യം. ദയവ് ചെയ്ത് ഈ കാലത്ത് ഏറെ പ്രസക്തിയുള്ള ഒരു സിനിമയെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കരുത്, അദ്ദേഹം എഴുതി. നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പരിഗണിക്കാതെ ഈ സിനിമ കാണാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിക്കുന്നു. ദി കേരള സ്റ്റോറി കാണുക, നമ്മുടെ രാജ്യത്തെ പെൺമക്കൾക്കൊപ്പം നിൽക്കുക, നമ്മുടെ രാജ്യത്തിനെതിരായ ഭീകരതയ്ക്കെതിരെ ശക്തമായി സംസാരിക്കുക എന്നും സുദീപ് തോസൻ കുറിച്ചു. കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ടെന്നും കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടുന്നുണ്ടെന്നും അതിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമ കൗമാരപ്രായക്കാർക്ക് വേണ്ടി പ്രദർശിപ്പിച്ചത് എന്നുമുള്ള ഇടുക്കി രൂപതയുടെ നിലപാടിനോട് യോജിച്ച് പത്മജ വേണുഗോപാലും ഇതിനിടെ രംഗത്തെത്തി. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും തന്റെ ചില സുഹൃത്തുക്കളുടെ മക്കൾ അതിന് ഇരകളാണ് എന്നും പത്മജ തുറന്നടിച്ചു. പല അച്ഛനമ്മമാരും തന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ലവ് ജിഹാദ് ഉണ്ടെന്ന് തന്നെയാണ്. ഞങ്ങളുടെ മക്കളെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നുള്ള സങ്കടങ്ങൾ അവർ പറയാറുണ്ട്. ലവ് ജിഹാദ് എന്നത് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ തലമുറ പലതും പഠിക്കണം. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇങ്ങനെ ഉണ്ട് എന്ന വാർത്ത പരക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നവർക്ക് മനസ്സിലാകുമല്ലോ. കേരളത്തിൽ പലയിടത്തും ദി കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പത്മജയുടെ ഈ പ്രതികരണം. ദൂരദർശൻ കഴിഞ്ഞ ദിവസം ഈ സിനിമ സംപ്രേഷണം ചെയ്തിരുന്നു. അതിന് തൊട്ടു തലേന്നായിരുന്നു ഇടുക്കി രൂപത ഈ സിനിമ പ്രദർശിപ്പിച്ചത്. കുട്ടികളുടെ വേദപഠന ക്ലാസുകൾ നടക്കുന്ന പള്ളികളിൽ കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു അവർ ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. പ്രണയം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രദർശനം എന്നാണ് രൂപതയുടെ വിശദീകരണം. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് രൂപത വാദിക്കുന്നു. താമരശ്ശേരി രൂപതയും ദി കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. രൂപതയിലെ എല്ലാ KCYM യൂണിറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കും. ശനിയാഴ്ചയാണ് ആദ്യത്തെ പ്രദർശനം. സഭയുടെ മക്കളെ പ്രതിരോധത്തിന്റെ പരിശീലകരാക്കുക എന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ ഇടുക്കി രൂപതയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും താമരശ്ശേരി KCYM അറിയിച്ചു. ലവ് ജിഹാദിന്റെ പേരിൽ ക്രൈസ്തവ വിഭാഗം BJPയോട് അടുക്കുന്നു എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതോടെ ഇടതു വലതു മുന്നണികൾ അങ്കലാപ്പിലായിരിക്കുകയാണ്. കേരള സ്റ്റോറിയിലൂടെ മുസ്ലിങ്ങളെ മാത്രമാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത് എന്ന് കരുതരുതെന്നും അവർ ലക്ഷ്യമിടുന്നത് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയുമാണെന്ന് മറക്കരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൈസ്തവ സഭകളെ ഓർമ്മിപ്പിച്ചു. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ട് തങ്ങളുടെ ഉദ്ദേശ്യകാര്യങ്ങൾ നേടാനാണ് സംഘപരിവാറിന്റെ ശ്രമമെന്നും ആ കെണിയിൽ വീഴാതിരിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പിണറായി ചോദിക്കുന്നത്. ഒരു നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ കാര്യങ്ങൾ സൃഷ്ടിച്ച് അവതരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. കേരള സ്റ്റോറി മുസ്ലിം വിരുദ്ധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, കേരള വിരുദ്ധമാണ്. ചിത്രം പ്രദർശിപ്പിക്കാനുള്ള രൂപതയുടെ തീരുമാനം എന്തിനാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.